ഓക്കെ ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മുടെ ഫയൽ എടുക്കുന്ന നോക്കി നമ്മുടെ ആ ഒരു സെയിം ഫോട്ടോ തന്നെയാണ് അല്ലേ, നമ്മുടെ ആ ഒരു MD മൊഡ്യൂൾ ജേസ് പറഞ്ഞ ഫയൽ അതേ ഫോട്ടോ ആണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഫയലിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. വേറെ ഒരു ഫോട്ടോ ആണെങ്കിലോ എന്ത് ചെയ്യേണ്ടി വന്നേ ഡോട്ട് സ്ലാഷ് കൊടുക്കുന്നത് അല്ലേ. അതൊക്കെ പോകാം. പിന്നെ നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം ഒരു ഫയലിലേക്ക്. ഓക്കെ നമ്മൾ ഈ എപ്പിസോഡ് നമുക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ റൈറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് fs ഡോട്ട് റൈറ്റ് ഫയൽ. ഓക്കെ fs ഡോട്ട് റൈറ്റ് ഫയൽ. എന്നിട്ട് ഒന്നാമത്തെ പാരാമീറ്റർ എന്തായിരിക്കും ഇവിടെ ഫയലിൽ. അപ്പോൾ ഇവിടെ abc.txt. രണ്ടാമത്തെ പാരാമീറ്ററോ പറഞ്ഞില്ല ഫ്രീ ഫയൽ. റൈറ്റ് ഫയൽ ആണ്. റൈറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി fs ഡോട്ട് റൈറ്റ് ഫയൽ കൊടുക്കുക. ഒന്നാമത്തെ പാരാമീറ്റർ ഫയലിനെ. ഓക്കെ രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ നമുക്ക് എന്ത് കണ്ടന്റ് ആണോ റൈറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ ആണല്ലോ. ഹലോ ചുമ്മാ ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ ഹലോ ഹലോ പറഞ്ഞോ. അവർ എന്തെങ്കിലും ഡൊമൈനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തോ വിളിക്കേ ഒരു റൈറ്റ് ഫയൽ ആണ്. അപ്പോൾ ഇവിടെ എറർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻകേസ് എറർ അടിക്കുകയാണെങ്കിൽ എററിനകത്ത് വാല്യൂ ഉണ്ടാവും. ഓക്കെ നാലാമത്തെ പാരാമീറ്റർ ആയിട്ട് കോൾ ഫംഗ്ഷൻ. ഒരു റൈറ്റ് ഫയൽ ആണ്. അപ്പോൾ ഇവിടെ എറർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻകേസ് എറർ അടിക്കുകയാണെങ്കിൽ എററിനകത്ത് വാല്യൂ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ആവും. റൈറ്റ് ചെയ്ത് ഫംഗ്ഷൻ കോൾ ആവും. ഇത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി നമുക്ക് കൺസോൾ ചെയ്യാം. ഓക്കെ ആണോ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇത് റൺ ചെയ്യാൻ പോവാം. നോക്കണേ നോഡ് 27 മൊഡ്യൂൾ എന്ത് സംഭവിക്കാൻ നോക്കാം. റൈറ്റ് ചെയ്ത് ഫയൽ സക്സസ്ഫുൾ കാണിച്ചു. ഓക്കെ ഞാൻ ഫയൽ എടുത്ത് നോക്കുവാണെങ്കിൽ എന്ത് സംഭവിച്ചേ അവിടെ നേരത്തെ കുറച്ച് ഡേറ്റ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ റൈറ്റ് ഫയൽ ഉപയോഗിക്കുന്നത് റീപ്ലേസ് ചെയ്യും. ഓക്കെ ആണോ. ഉള്ള ഡേറ്റ ഫുൾ റീപ്ലേസ് ആയിട്ടാണ് വരിക. ഓക്കെ നമ്മൾ റൈറ്റ് ഫയൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരുന്നു ഫയൽ ഉള്ളത് അത് ഫുൾ റീപ്ലേസ് ആയിട്ട് നമ്മൾ ഇപ്പോൾ റൈറ്റ് ചെയ്ത് തരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് റീപ്ലേസ് ആവുന്നത് വെച്ചാൽ ഓക്കെ അങ്ങനെ ആവുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് റൈറ്റ് ഫയൽ അല്ല പകരം കമ്പ്യൂട്ടർ അതാണ് അപ്പൻ ഫയൽ. നമ്മൾ അപ്പൻ ഫയൽ കൊടുത്ത് ഞാൻ അതിലോ ഓറഞ്ചസ് നോക്കും ചെയ്യുന്നു. ഇനി ഞാൻ റൺ ചെയ്യണം നോക്കോ. ഐ ലവ് ഓറഞ്ചസ് കണ്ടോ അത് വന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫയൽ ഓറഞ്ചസ് എന്നുള്ള എനിക്ക് പുതിയൊരു ലൈനിലാണ് വേണ്ടത് വെച്ചാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്ട്രിംഗ് വന്നിട്ട് /n കൊടുക്കാം മീൻസ് ന്യൂ ലൈൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്ലാഷ് എന്ന് പറഞ്ഞ എസ്കേപ്പ് ക്യാരക്ടറാണ് ന്യൂ ലൈനിലോട്ട് വരാറ്. അത് പുതിയ ലൈനിലേക്ക് വരാൻ വേണ്ടിയുള്ള ക്യാരക്ടർ. നമ്മൾ അതിന് ഫ്രണ്ടിൽ ഒരു ന്യൂ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് റൈറ്റ് ആവുന്ന സമയത്ത് ഒരു പുതിയ ലൈനിൽ റൈറ്റ് ആവുള്ളൂ. കണ്ടോ. അപ്പോൾ നമ്മൾ റൈറ്റ് ഫയൽ ആണ് കൊടുക്കുന്നതെങ്കിൽ ഫയലുകളെല്ലാം റീപ്ലേസ് ചെയ്യും. അപ്പൻ ഫയൽ ആണെങ്കിൽ എന്ത് ചെയ്യും ആഡ് ചെയ്യും കൂടെ. ട്രൈ നോക്കിയേ എന്തോ നമുക്ക് അതിനുള്ളതാണ് mkdir മീൻസ് മേക്ക് ഡയറക്ടറി. അടുത്ത നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ ആണല്ലോ. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ളതാണ് mkdir മീൻസ് മേക്ക് ഡയറക്ടറി. ഓക്കെ ആണല്ലോ. അപ്പം അതെങ്ങനെ വെച്ചാൽ fs.mkdir നമുക്ക് ഏത് ഫോൾഡർ ആണോ ക്രിയേറ്റ് ചെയ്യാൻ പേര് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഞാൻ സാമ്പിൾ എന്ന് കൊടുക്കും. ഓക്കെ ഇവിടെ എന്ത് ചെയ്യുക ഒരു കോൾ ബാക്ക് കൊടുക്കുക. ഇൻകേസ് എറർ ആണെങ്കിൽ അവിടെ എറർ വരും. ഇല്ലെങ്കിൽ എന്താ ജസ്റ്റ് കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ഫോൾഡർ ക്രിയേറ്റ്. ഇപ്പോൾ ഇത് റൺ ചെയ്യാം. റൺ ചെയ്തു ഫോൾഡർ ക്രിയേറ്റ് ആയി കണ്ടോ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് mkdir ഉപയോഗിക്കുക മേക്ക് ഡയറക്ടറി. ട്രൈ നോക്കിയേ. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ നോക്കി സാമ്പിൾ പോയി റൺ ചെയ്യുന്നു. ഫയൽ ഡിലീറ്റ് ആയി. നമുക്കൊരു ഫയൽ ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൺലിങ്ക്. ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം എൻ്റെ ഇവിടെ ഒരു abc.txt എന്ന് പറഞ്ഞ ഫയലില്ലേ എനിക്ക് അതിന് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ വേണ്ടി fs.unlink കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഏത് ഫയലാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന്റെ പേര് കൊടുക്കാം. ഫയൽ ഡിലീറ്റ് റൺ ചെയ്യുന്നു. ഫയൽ ഡിലീറ്റ് ആയി. ഫോൾഡർ ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ fs.rmdir റിമൂവ് ഡയറക്ടറി. എന്നിട്ട് ഫോൾഡറിന്റെ പേര് കൊടുക്കാം. ഫോൾഡർ ഡിലീറ്റ് സാമ്പിൾ പോയി. എന്നിട്ട് നോക്കി അൺലിങ്കും rmdir. നോക്കിയേ
എറർ അടിക്കും മീൻസ് എറർ വരും. നോക്കാം കൺസോൾ ഡോട്ട് ലോഗ്. കണ്ടോ നീ എന്താ കൊടുത്തേക്കുന്നത്? ഫോൾഡർ പേര് കൊടുത്തിട്ടുണ്ടോ? ആ ഒന്ന് റൺ ചെയ്ത് എന്നിട്ട് എറർ നീ കൺസോൾ ചെയ്യാൻ നോക്കിയോ? ആ എറർ അവിടെ ഹാൻഡിൽ ആകത്തുള്ളൂ, നമുക്ക് കാണണമെങ്കിൽ കൺസോൾ ചെയ്യാം. അൺഡിഫൈൻഡ് നല്ല വരും. ഞാൻ അവിടെ നോക്കുന്നത് അങ്ങനെ പറ്റില്ല. നീ ഇഫ് എറർ എററിന്റെ എറർ കാണിക്കാം. എന്താ കാണിക്കുന്നത്? കോഡ് അയച്ചാൽ 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 വേണം. ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ എറർ ആണെങ്കിൽ ഫോൾഡർ റിമൂവ് എന്നല്ലേ നീ ഇട്ടേക്കുന്നത്? എറർ ആണെങ്കിൽ എറർ ലാൻസ് ചെയ്യണ്ടേ? അത് മാറ്റിപ്പോ എനിക്കത് നോട്ടിക്കൽ ടു നൾ കൊടുക്കണമെങ്കിൽ നള്ളാണോ വരുന്നത് നോക്കണം. എന്തായാലും എന്ന് പറഞ്ഞു റെഡി. അത് വെക്കാവുന്നുണ്ടല്ലോ. ഞാനായിട്ട് ഇവിടെ നിന്ന് പേസ്റ്റ് നോക്കി, ഞാനായിട്ട് കൊടുത്ത് വെച്ച് നോക്കി കൊടുത്ത നമുക്ക് ഇങ്ങനെ അറിയുണ്ട്. ഓക്കെ, നമ്മുടെ ആവശ്യം ഈ അറയിലുള്ള എലമെന്റ്സിനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ആദ്യം ആപ്പിൾ, താഴെ ഓറഞ്ച്, അതിൻ്റെ മാംഗോ, അതിൻ്റെ ഗ്രേപ്പ്. അത് ഈ അറിയാം അറിയണ്ട് പുതിയൊരു ഫയലിലേക്ക് ഈ അറയിലുള്ളത് ഫ്രൂട്ട്സ് ഡോട്ട് txt എന്ന് പറഞ്ഞ ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം ഓരോ ടെക്സ്റ്റും. അതായത് ആദ്യം ആപ്പിൾ പറയണം, താഴെ ഓറഞ്ച്, പിന്നെ മാംഗോ, പിന്നെ ഗ്രേപ്പ്. ചെയ്തിട്ട് ഓരോരോ ഡേറ്റ ആയിട്ട് താഴ്ത്താഴ്ത്ത് പോകാം. ഓക്കെ, ഈ ഐറ്റം എന്താടാ? ഐറ്റം ഐറ്റംസ് ഓക്കെ. ഫുൾ എക്സിക്യൂട്ട് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ 4 ലൂപ്പിലും i equal to 0, i less than എന്താ ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് i പ്ലസ് പ്ലസ്. എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഒരു ലൂപ്പ് കിട്ടി. ഈ ലൂപ്പ് അറിയാൻ ലൂപ്പ് ചെയ്യാം. എന്ത് ചെയ്യാം? str equal to str പ്ലസ് സ്ലാഷ് ഉണ്ട്, സ്ലാഷ് പ്ലസ് ആദ്യം കൊടുക്കാം പ്ലസ് സ്ലാഷ്. അപ്പൊ എന്ത് ചെയ്യും? ഇത്രയായിട്ട് നമുക്ക് കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് str. ഇത് ഈ സ്ലാഷ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ വരും. സ്ലാഷ് ഉള്ളതുകൊണ്ടാണ് താഴെ വരുന്നത്. അതായത് നമുക്ക് വെറുതെ തന്നെ കൊടുക്കാം. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ? ആപ്പിൾ ആയിട്ട് പിന്നെ തന്നെ, മാംഗോ ആയിട്ട് പിന്നെ തന്നെ, കിവി ആയിട്ട് പിന്നെ തന്നെ, ഗ്രേപ്പ് ആയിട്ട് പിന്നെ തന്നെ. അപ്പം സ്ലാഷ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റില്ല. അത് എസ്കേപ്പ് ആയിട്ട് ന്യൂലൈൻ വരും. അതേ സിസ്റ്റം നമ്മൾ കൊടുത്തത്. അപ്പോൾ ആപ്പിൾ ചെയ്യുമ്പോൾ ന്യൂലൈൻ വരും, ഓറഞ്ച് ചെയ്യുമ്പോൾ ന്യൂലൈൻ വരും, മാംഗോ ചെയ്യുമ്പോൾ ന്യൂലൈൻ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് സ്ട്രിംഗ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഡോട്ട് റൈറ്റ് ഫയൽ
sample.txt. ഓക്കെ, അടുത്തെന്താ കണ്ടന്റ്, അതെന്താ str, അടുത്തെന്താ utf8. console.log കണ്ടിരുന്നു. ഇവിടെ നോക്കുവാണേ ഫയലിലേക്ക് വന്നു. നമ്മൾ ആദ്യം ആ സാധനം സ്ട്രിംഗ് ആക്കി മാറ്റി നമ്മൾ അയക്കും. ഇപ്പൊ നമ്മൾ കോമ ഇട്ടാണ് കാണിക്കണമെങ്കിൽ ഇവിടെ സ്ലാഷിന് വരെ കോമ ഇട്ടാണ്. ഇത് രണ്ടു സമയത്ത് ഇങ്ങനെ ആയി വരും. കണ്ടോ? ട്രൈ നോക്കി. ഫോൾഡർ വരുന്ന ഫോൾഡർ ഫയൽ വരാം. മനസ്സിലായോ? ആദ്യം ഫോൾഡർ കാണില്ല. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം എന്താ സാമ്പിൾ പറഞ്ഞ ഫോൾഡർ ഇല്ല അല്ലേ? ഞാൻ ഒരു ഫോൾഡർ എടുത്ത് റൺ സമയത്ത് സാമ്പിൾ പറഞ്ഞ ഫോൾഡർ പറഞ്ഞു, അതിനകത്ത് ഫയൽ പറഞ്ഞു. മനസ്സിലായോ? ചെയ്തത് റൈറ്റിനകത്ത് അങ്ങനെ ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. കാര്യം ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ശേഷമേ ഈ ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. ഈ ഫോൾഡർ ഫയലല്ല, ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ശേഷം ഈ ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്ന സമയത്ത് ആ ഫോൾഡർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത് റൺ ചെയ്യുകയാണെങ്കിൽ abc.txt ആദ്യം ചെയ്യാം. fs ഡോട്ട് ഇൻക്ലൂഡ് ചെയ്യാം സാമ്പിൾ, എന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ അല്ലേ നമ്മൾ എന്ത് ചെയ്യണം? fs ഡോട്ട് റൈറ്റ് ഫയൽ പാത്ത് എങ്ങനെ കൊടുത്തേ? സാമ്പിൾ സ്ലാഷ് abc.txt. നേരത്തെ എന്താ കണ്ടന്റ് തരും അല്ലേ? മാപ്പിൾ കൊടുത്തു utf8 console.log done. ഇത് ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ നോഡ് 27 സാമ്പിൾ എന്ന ഫോൾഡർ ക്രിയേറ്റ് ആയി അതിനകത്ത് ഫയൽ വരും. അപ്പം ഇത് വർക്ക് ചെയ്യുന്ന അസിൻക്രണസ്ലി ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. കാര്യം ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ശേഷമേ ഈ ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. ഈ ഫോൾഡർ ഫയലല്ല, ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ശേഷം ഈ ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ. ഈ ഫംഗ്ഷൻ വർക്ക് ആവുന്ന സമയത്ത് ആ ഫോൾഡർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷനകത്ത് നമ്മൾ പിന്നെ റൈറ്റ് ആണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഫോൾഡർ ക്രിയേറ്റ് ആയതിനകത്ത് ഒരു പാത്ത് പറയുന്ന സാമ്പിൾ സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫോൾഡറിനകത്ത് abc.avx.txt എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ആവും അല്ലേ? അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഗണ്ണ് പ്രിന്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ.